അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ വെച്ചായിരുന്നു എൻ്റെ ഇതുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് കോള് തപ്പാൻ പോവാണ്. ലെജൻഡറി തിരിച്ചു വരുമെന്ന് അറിയില്ല. ചാടാൻ പറ്റുന്ന കേസൊക്കെ നമ്മൾ രേഖയൊന്ന് കൂട്ടട്ടെ സാധനം. ചേഞ്ച് കൺട്രോൾ മോഡൊന്നും വേണ്ടെങ്കിൽ ഈ കസ്റ്റമൈസ് ചെയ്താൽ മതി. കസ്റ്റമൈസ് കുന്തം കുറച്ച് പൊക്കി വെച്ചാൽ മതി. സെറ്റ് അതിൻ്റെ ആവശ്യമുള്ള നോക്കി വേണമെന്നാരേക്ക് കണ്ടില്ലേ. ഇപ്പം വേണമെങ്കിൽ ചാടാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ. പിന്നെ തുടർന്നോർത്ത് വരെ കുന്തൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഹൈഡ് എച്ച് യൂടി അടിച്ചാൽ ഈ കുന്തം നന്നായിട്ട് കാണാൻ പറ്റും. കോള് തപ്പിപ്പോയവന് അയന് കിട്ടി. ഇതും വെച്ച് തിരിച്ച് വീട്ടിൽ പോകണം. കോള് കണ്ടുപിടിച്ചിട്ട് വേണം തുരിക്കാൻ. ഇരുമ്പ് എനിക്ക് കുറച്ച് ഇരുമ്പ് ലഭിച്ചു. ഈ ഒരു ബയോമിലാണ് സ്കോളുണ്ടാവുക. എനിക്കിനി മൈനിങ് ഏരിയ സെറ്റാക്കാനൊന്നും വയ്യ. ചേച്ചിന് ഇഷ്ടമായില്ല കേട്ടോ. എല്ലാവരുടെ ബുക്കിലാണ് ചേച്ചി സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. ആ ചെറ്റിപ്പത്തില പേർക്കോ ഇത് കയറാൻ പറ്റൂടെ. സൂപ്പർ ഷീപ്പോ. അതും ഈ കുറ്റിക്കാട്ടിൽ ഷീപ്പിനെ കണ്ടാൽ കൊല്ലണം. നമുക്ക് ആ ബെറി ബുഷൊന്നും വേണ്ട. ഞാൻ വല്ല കോള് മിസ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് സർവൈവല് ഇവിടെ ആയിരുന്നു ജനിച്ചത്. ഇപ്പം ചത്തിട്ട് ഇപ്പോൾ വേൾഡ് സ്പോൺ നോക്കാൻ പറ്റുമോ ഉണ്ടെങ്കിൽ ഇവിടെ ഞാനിങ്ങനെ ഇങ്ങോട്ട് പോകണം. വെള്ളത്തിലോട്ട് ചാടി. ഒരു മാസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സെറ്റപ്പായിട്ട് വരാമെന്നാണ് വന്ന് പറഞ്ഞതല്ലേ. റെക്കോർഡ് ചെയ്തിട്ടുണ്ടായില്ല ഞാൻ. പാർക്കോർ ചെയ്യണം. ഇന്ത്യയിൽ മാത്രമേ അങ്ങോട്ട് കയറാൻ ചില സ്ഥലം ഉണ്ടാവും. പാർക്കോർ ഇതിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥലം. അപ്പോൾ ഞാൻ മൈൻഡ് എൻ്റെ പിക്കെക്സ് പൊട്ടാറിയില്ല. കോള് മാത്രം മൈൻഡ് ചെയ്തിട്ട് ഞാനാണ് അല്ലല്ല. അയ്യോ, കോളിന് എന്താ പറയുക, കൽക്കരി വിറ്റ് ജീവിക്കുന്നവനാണ് ഞാൻ. ടാഞ്ചറോ കൽക്കരി അല്ലല്ലോ, ടാഞ്ചറോ കരിയാണ്, ചാർക്കോൾ. ബാങ്കിൽ ഞാൻ അങ്ങനെ കണ്ട ചാർക്കോൾ. ഓക്കെ, നമുക്കൊരു ഫാർമൻസ് കൂടെ വെച്ച് നമുക്ക് ചാർക്കോളാണ് സാധനം. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മാങ്കയിൽ ഇറക്കുന്നത്. കരി ഇൻ്റർവെല്ലിനെ വെച്ച് ഓക്കെ ഇതിരുന്നാവട്ടെ. അപ്പോൾ ഞാൻ ആ കേവിൻ്റെ ഇതൊന്ന് അളന്നിട്ട് വരാം. ഇങ്ങോട്ട് ഞാൻ വന്നിട്ടുണ്ടെന്നുണ്ട്. മെസ്സിവ് കേവ് വിത്ത് ലഷ് കേവ്സ്. നമുക്ക് ഇവിടെ തുമ്പത്തിരിക്കണ അയ്യണൊക്കെ പൊട്ടിക്കട്ടെ. ഇവിടെ എന്തോരം കോളാ ഒന്നും പറിക്കാൻ. എനിക്ക് കോള് പറിക്കാൻ മടിയാണ്. ഒരു കോളിന് ഒരു ഓട്ടോമാറ്റിക് ഫാമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ. ടീവൽ ഫാമല്ല, കോളിങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കൈമാറുന്നത് വരണത്. മറ്റേ എന്തൊരു അയ്യോ, ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നത് ഇത് ആര് വന്ന് കൊണ്ടുവരും. ഞാൻ അവിടെ വരെ പോയിട്ട് എടുത്ത് പൊട്ടിക്കണ്ടേ. ഒരെണ്ണം ഞാൻ പൊട്ടിക്കണം, മതി. അയ്യോ, ചാടാൻ പറ്റിയില്ല. ഇനി ഇവിടെ കിടന്ന് ചാടിക്കൊണ്ട് നിങ്ങൾ എന്ത് തേങ്ങയാണ് ഇതിങ്ങനെ വൈദ്യസിൽ ടിങ് ടിങ് ടിങ്
വേറെ ഐറ്റംസിൻ്റെ ആവശ്യമില്ല. ഈ കുന്ത്രാണ്ടിന് എന്തിനു ഇവിടെ ഇരിക്കണം, പൊട്ടി തകർന്ന് പണ്ടാരം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ട്രൈഡൻറ്റും കൊണ്ടാണ് വന്നത്. ട്രൈഡൻറ്റ് പോയാലൊന്നും സീനില്ല ഗൈസ്. ഹാർഡ് കോറിൽ നമ്മൾ ജീവിക്കണം. എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഹാർഡ് കോറിൽ ഒരു 25 ദിവസം ജീവിച്ചാൽ മതി ഗൈസ്. എന്നിട്ട് ഞാൻ ഈ കേക്ക് എടുത്ത് ചാടിച്ചാവും ഗൈസ്. നിങ്ങൾക്ക് ഒരു കാര്യം ഗൈസ്, കാര്യം ചെയ്യാൻ ഗൈസ്. നമുക്ക് സൂപ്പർ കാര്യമാണ്. നല്ലൊരു എനിക്ക് എന്നെ അപേക്ഷിച്ചൊരു സൂപ്പർ. എങ്ങനെയാണ് സൈൻബോർഡ് ഉണ്ടാക്കുക? സൈൻബോർഡ് ഉണ്ടാക്കാൻ അറിയില്ല. സൈൻബോർഡ് ഞാൻ കണ്ടില്ല. 6 സൂയിസൈഡിൻ്റെ സ്പെല്ലിങ് എനിക്കറിഞ്ഞാൽ പറഞ്ഞാ എന്നിട്ട് ഫുള്ള് സൂയിസൈഡ് സൈഡ് വലിയ അങ്ങനെ വായിച്ചാൽ മതി. നാട്ടുകാരെ വരുന്നില്ല. അത് വേറെ ഇത് വേറെ. ഓ ഷിറ്റ്, ഈ സാധനം ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. ഇതൊക്കെ പോയിട്ട് കണ്ടെത്തി അടക്കണം. ഇതെന്താ വായുന്ന് ഉത്ഭവിച്ചു വന്നത്? ഇവിടെ നിന്നാണ് സാധനം ഉത്ഭവിച്ചു വന്നത്. ഓ, മണ്ണിൻ്റെ അകത്ത് കൂടെ വരുന്നത്. സൂയിസൈഡ്. എനിക്ക് വായിക്കട്ടെ എന്തോന്ന് എഴുതി വെച്ചിരിക്കണ അവിടെ. സൂയിസൈഡ് ഉണ്ടോ? എൻ്റെ പൊന്നിത് എന്തൊരുടേ, ഇത് വെള്ളം തന്നെയാണോ? എന്ത് തേങ്ങയുടെ അവിടെ പോയി നിന്നത് വെള്ളം. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ഹെയറോ പോയിൻ്റെ പണിയാണെന്ന് വെള്ളം വിചാരിച്ചിരുന്നത്. തേങ്ങ അവിടെ എവിടെയും കൊണ്ട് വെച്ചിരുന്നു. ഞാൻ ചടങ്ങായിരിക്കും 25 ദിവസം. ചത്ത്. എടത് മാസം കേറാൻ താഴെ. അയ്യോ, ഞാൻ ചത്ത്. എനിക്ക് എൻ്റെയിലാണെങ്കിൽ വാട്ടർ ബക്കറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ നമ്മള് കറക്റ്റാൻ തന്നെ കൈവിട്ട് പോയി. കൈ അങ്ങോട്ട് ഇതിൻ്റെ ബ്രെയിൻ അങ്ങ് വർക്കിംഗ് ചെക്കായി. ഞാൻ ചത്തു. ഉറങ്ങാറായി എന്നൊക്കെ നമുക്കറിയാം. അതേപോലെ അച്ഛനെടുക്കല്ലേ. ഓക്കെ, അവിടെയാണ് ഉണ്ടായിരിക്കുന്നത് തേങ്ങ. എന്തായാലും ഒരു ടോർച്ച് ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇത് കാരണം അവിടെ നൈറ്റ് ആയില്ല ഇതായിരിക്കും. ഷിറ്റ്, എന്ത് നോക്കി പോകല്ലോ. ഇവിടെ ഒരു വാട്ടർ സോഴ്സ് ഉണ്ട്. വാട്ടർ സോഴ്സ് മുടിക്കാണ്ട് നമുക്ക് പോവാം. നമുക്ക് നേരെ പോയിട്ട് അയ്യാൻ എടുക്കാം. ഇതെന്തിനും ഇങ്ങനെ ചെയ്യണമെന്ന് അറിയാം. വന്ന് കഴിഞ്ഞപ്പോൾ താഴോട് ഇപ്പൊ സ്കെൽട്ടൺ ബാഗ് കൂടി ടച്ച് ചെയ്യാൻ പറ്റില്ല. ഏടാ ഇത് എന്തിട്ടാണ് പോയേടാ നേരെ താഴെ. അല്ലെങ്കിൽ ചാടാനൊന്നും പ്ലാനില്ല. നോക്കുമ്പോൾ അവിടെ വെള്ളമില്ല. 25 ട്രൈഡൻ്റ് നിറിയുള്ള മക്കളെ തലയിലൊന്നും വീഴും. ട്രൈഡൻ്റ് ഞാൻ ബുദ്ധിമാനാണ്, അതുകൊണ്ട് ഞാൻ ട്രൈഡൻ്റൊക്കെ തെറിയും തലയിൽ. അത്രയ്ക്ക് ബുദ്ധിയാണ്.
ഇതെന്താണ് റവീനാണോ അത്? എന്തിട്ട് ഇത്രയും റവീന ഒന്നാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെൻ്റെ കയ്യിലോട്ട് പോരട്ടെ. ആ കേറതിൻ്റെ പാട്ടിന് പോയിണ്ട്. കല്ല് അത്യാവശ്യമാണ് ഗൈസ്. കല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അപേക്ഷിച്ച് ഒരു വലിയൊരു സാധനമാണ്. സ്റ്റോൺ ഏജിലാണ് മറ്റേ തേങ്ങ. ബെഡ് പോയാ നീ ആലോചിക്കുക. ബെഡ് കാണാനില്ലല്ലോ. ബെഡിൻ്റെ പാട്ടിന് പോയാ എല്ലാം കൂടി എന്നെ ഇട്ടിട്ട് പോയി. ഇവിടെ മുക്കിലൊന്നും ഫുഡ് ഞാൻ കേറാനുള്ള പ്ലാനിലായിരുന്നു. മോജ അങ്ങനെ തള്ളിയിട്ട് കൊന്നുപോയി. ഞാൻ ആലോചിക്കുക ഞാൻ അപ്പുറത്ത് ആദ്യം ഇത് കണ്ടോ നിങ്ങൾ? ഇപ്പുറത്തോട്ട് ചാടി ഞാൻ ഒരു തുണ്ട് ഇടാൻ നമ്മൾ എടുക്കരുത്. അവിടെ ഒരു അയ്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്. അത് ശരിയാട്ടാ. നമ്മുടെ പോലത്തെ കഴിവില്ലാത്തവർക്കൊന്നും ഷെയ്ഡിങ് പറഞ്ഞിട്ടുള്ളതല്ല. പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഷെയ്ഡി എന്തിട്ടെങ്കിലും അറിയാലോ. നിനക്ക് ഷെയ്ഡി എന്തിട്ടെങ്കിലും അറിയാലോ. നമുക്കതൊന്നും അറിഞ്ഞൂടാ. ഓക്കെ 6 കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കട്ടെ ഗായ്സ്. അത് ഇറ്റാച്ചാൻ തോന്നൂല കേട്ടോ. എന്നാ കൈസ് വെളിച്ചല്ലാത്ത പോലെ ഗൈസ് ഗെയിമില് ഞാൻ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടറ ഗൈസ് ഗെയിമില്. നമുക്ക് മാത്രം ഇതേപോലത്തെ കോഴിത്തരങ്ങളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ബ്രൈറ്റ്നെസ് 0 ഇട്ടൊക്കെ പിന്നെ ഇവിടെ നിന്നുണ്ട് അവനെ വിളിച്ചു. ഗൈസ് ഇപ്പോൾ കണ്ട ഗൈസ് നിങ്ങൾക്ക് വല്ലതും കാണാമല്ലോ ഇപ്പോൾ അവിടെ. എന്തിനാ അവിടെ ഒന്ന് ചാടിക്കളിക്കണേ. അവിടെ ഒന്ന് ചാടിക്കളിച്ച് നിങ്ങൾ കണ്ടല്ലേ ഗൈസ്? എനിക്ക് കാണാനില്ല. ഞാൻ കണ്ടു. അവിടെ ഒന്ന് ചാടിക്കളിക്കണ്ടായിരുന്നു ഗൈസ്. അതെന്തായിരുന്നു? ഇതല്ലേ ട്രാപ്പാണ്. ഈ ട്രോപ്പിക്കൽ ഫിഷാണ് ഇവിടെ കിടന്ന് ചാടിക്കളാ ചേർന്ന്. ഇന്ന് വേടാ ഇവനും ഈ 2 ട്രോപ്പിക്കൽ ഫിഷാണ് കേസ് ഇവിടെ കിടന്ന് ചാടിക്കളി. താഴത്തേക്ക് കുഴിക്കുമ്പോൾ നേരെ ലാവാ. ഡെഡ് ഐ ആം ഡെഡ്. എന്തിട്ട് തേങ്ങയാണ് ഇത്രയില്ല എനിക്ക് വലിയ. ഐ സി എന്താ കഥ പോയി. എന്നെ കുളിപ്പിക്കല്ലേ സാറേ ക്രീപ്പർ. ഓക്കെ എന്നിട്ട് കാണാണ്ട് ഇപ്പൊ ഞാൻ 3 ഫിംഗർ കളിക്കുന്നത്. I am only 2 finger. അത് PvP. ഓക്കെ ഗായ്സ് നമുക്കൊരു തുണ്ടായാണ് ആർമറായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം ഗൈസ്. 6 നമുക്കൊരു ലെഗിൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? നോ വൈ ഐ കാണ്ട് മേക്ക് ലെഗിൻസ് ഫോർ മീ. ഓക്കെ ഇത്ര നാളും തുണിയില്ലാതെ നടന്ന് ഞാനിപ്പോൾ തുണിയിട്ടിരിക്കുന്നു ഗായ്സ്. സൂപ്പറാ ഗൈസ്. എന്തായാലും എൻ്റെ മേത്ത് ആനക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ മതി നമുക്ക്. ഈ ആനക്കുട്ടി അവിടെ ഒരു ക്രീപ്പറപ്പുണ്ട് എന്തോ ദേശീയഗാനം അത്ര ഗാന്ധിജിയുടെ ഒന്നിനും കൊള്ളില്ല കേട്ടോ. ഷിറ്റ് ഇതാണ് എൻ്റെ കുഴപ്പം. ഞാനങ്ങോട്ട് നോക്കിയപ്പോൾ പോവും. എൻ്റെ ഇത് പവർ മേളുന്നൊരു സ്കെൽട്ടന് മമ്പട്ട് പോയിട്ടല്ലേ. I see zombies. I see zombies in the world.
ഓ അപ്പുറത്തെ പറമ്പിലാണ് അയ്യണിരിക്കുന്നത്. നമുക്ക് മറ്റേ ഇതിൻ്റെ ആർമർ ഇറക്കിക്കൂടാ അവന്മാർക്ക്. കോപ്പറിൻ്റെ ആർമർ അത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഒയ്യോ ചത്തടാ ഈ ഗ്രേവല് വീണിട്ട് ഞാൻ അപ്പുറത്തേക്ക് തുഴഞ്ഞു പോയോണ്ടിരിക്കുന്നു. എന്നെ മരുത്ത് എന്നെ അങ്ങോട്ട് ഉന്തിയിടാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ മോജാങ്ങിന് അതിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അവിടുത്തെ വയലിടുമ്പോഴേക്കും താഴെ വീണ് ചാവണടാവാട്ടെ ഞാൻ വിച്ച്. അവിടെ മോബ്സിനെ കാണാണ്ട അവിടെ വൈറ്റ് കളറിൽ. ബാക്കിയൊന്നും കാണില്ലേ അത്. അപ്പോൾ കഴിവ് ഈ ഗെയിമിൻ്റെ കഴിവ് ഓക്കെ. നമ്മളിപ്പോൾ അത്യാവശ്യം സെറ്റപ്പായിട്ടുണ്ട്. നമുക്കൊരു ചെരുപ്പ് കൂടിയിട്ടാൽ നമ്മൾ ഫുള്ളായി. ഇവിടെ തെറ്റാണ് കേസ് അവൻ ഇമയാണാ അവനാണ് കുറേ നേരെ കേസ് തിരിയുന്നു. അവന് ഫുഡിന് വേണ്ടി തൻ്റെ മുഖനുമായി വന്നതാണ് അവന് ഒരു കില്ലാടി എന്ന് പറയുന്ന വ്യക്തി തല്ലിക്കൊന്നു. ഞാൻ വാൾ ഡാമേജ് അടിപ്പിക്കുമല്ലേ ഓ 2 നോക്ക്. അവന്മാർ PvP ലെജൻഡറി ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുടുങ്ങിയില്ല അവിടെ തേങ്ങയുടെ മൂട്. അവന്മാരുടെ PvP ലെജൻഡറി പറഞ്ഞിട്ട് അവന്മാരെ പാലത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ പോയോണ്ടിരിക്കണേ. എൻഡർമാൻ ഫുള്ള് നാട്ടുകാർ പോകുന്നുണ്ട് എസ്കേവിൻ്റെ അകത്ത്. നാട്ടുകാരുള്ള എസ്കേവിൻ്റെ അകത്ത് കൊണ്ടുപോയത് PvP. അയ്യോ അമ്മരടക്കം ഇടുന്നു കേസ്. ഓർമ്മ വരില്ല നിങ്ങൾക്ക് ചത് കോബിൾ സ്റ്റോൺ കിട്ടി എനിക്ക്. ഇവിടുന്ന് വെള്ളത്തിൽ വീണിട്ടുണ്ട്. ഓയ്യോയ്യോ ഞാൻ കൊന്നത് ഒരു അച്ഛനെയും അമ്മയെയും ആയിരുന്നു. ആരുടെ മകൻ? ഓ അച്ഛൻ ചത്തിട്ടില്ല കേട്ടോ, അമ്മേനെ ഞാൻ കൊന്നു. ദ്രോഷി. ഓയ്യോ ട്രൈഡൻ്റ് കൊണ്ട് അടിച്ചപ്പോ എൻഡർമാൻ ഞാൻ നോക്കിയിട്ടില്ല. സത്യമായിട്ട് എനിക്ക് അത് അറിഞ്ഞൂടെ എൻഡർമാനെ. അയനെടുത്തിട്ടു ഗൈസ്. ഇനി അയൻ ബൂട്ട് നമ്മള് ലെതർ ബൂട്ട്സ് അതറിയാണത്. ഓ ഷിറ്റ് അയൺമാൻ അറിയാണ്ടോ നോക്കി. അയൺമാനെ ഞാൻ പറഞ്ഞ കേട്ടാ. ഓ നോ അയൺമാൻ അറിയാണ്ട് നോക്കി എൻഡർമാൻ ഉദ്ദേശിച്ചത് സ്ലെൻഡർമാൻ വേറെ വല്ലാരാണല്ലോ. എനിക്കറിയോ ഗൈസ് സ്ലെൻഡർമാൻ തോന്നുന്നു. ഇതെന്തിനാ ഫുള്ള് പുകയാണല്ലോ ഗൈസ് കേവിൻ്റെ അകത്തൊക്കെ. അത് ഫോഗ് റിമൂവ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഓ 99 ഇട്ടിട്ടുള്ളല്ലോ, വെറുതെ അല്ല. ഇയാൾക്ക് മാത്രം മുടി മുമ്പിക്കിടാം, ബാക്കി ഒരു ക്യാരക്ടറിന് 98 ആയിട്ടുള്ള 99 കിട്ടാണല്ലോ ഗൈസ്. ഓക്കെ ഇത് കുറച്ചുകൂടി കൂട്ടിയിട്ടാ. ഇപ്പൊ കുറച്ച് പുക കുറഞ്ഞിട്ടില്ലേ? ഓക്കെ ഗൈസ് ഇപ്പൊ ആ ദൂരത്തുള്ള എന്തിട്ടാണെങ്കിലും കാണാൻ കുറച്ചും കൂടി വലിയതൊന്നുമില്ല, കുറച്ച് ലാഗ് കൂടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് അപ്പം ഇന്നത്തെ ഇവിടത്തുള്ള